ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അതുപോലെ തന്നെ അത് നമ്മൾ ചോറ് കൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു പുതിയ തരം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമ്മൾ സാധാരണ ചോറുകൊണ്ട് വട ഉണ്ടാക്കാറുണ്ടല്ലോ, അതിനേക്കാൾ ടേസ്റ്റും അതുപോലെ തന്നെ അത് നമ്മൾ എണ്ണയിലിട്ടാണല്ലോ പൊരിച്ചെടുക്കുന്നത്. ഇത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നൊന്നും ഇല്ല. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നമുക്ക്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ചോറിന് കാര്യമായിട്ട് അളവൊന്നുമില്ല കേട്ടോ. എത്രയാണോ നമുക്ക് വേണ്ടത് അത്രയും എടുത്താൽ മതി. നല്ലോണം വെന്ത ചോറ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇതൊരു സ്മാഷർ വെച്ചിട്ട് സ്മാഷ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം ഒടിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/2 ഗ്ലാസ് റവയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും 1 കൈപ്പിടിയോളം മല്ലിയിലയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിങ്ങനെ നല്ലോണം ഒന്ന് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം കുഴച്ചെടുത്തതിന് ശേഷം നമ്മളിത് ആവിയിലാണല്ലോ ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റീമറിൻ്റെ ഒരു തട്ടിൽ കുറച്ച് എണ്ണ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മാവൊന്ന് വടയുടെ ഷേപ്പാക്കി എടുക്കണം. ചോറായതുകൊണ്ട് തന്നെ ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കയ്യിൽ ഇത്തിരി എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. തടവി കൊടുത്തതിന് ശേഷം നമുക്ക് വടയുടെ ഷേപ്പിലാക്കിയെടുക്കാം. അപ്പോൾ അതാ ഇതുപോലെയാണ് ആക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. നടുവിൽ നമ്മൾ കൈ കൊണ്ടൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള മാവും ഇപ്പോൾ എല്ലാം ഇതാക്കണം നമ്മളിങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റീമറിൻ്റെ വെള്ളം തിളച്ച് വരാനുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് തട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തങ്ങായി അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. 15 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം കേട്ടോ. അപ്പോൾ സ്റ്റീമർ നമ്മുടെ വട മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തങ്ങായി 1/2 ടീസ്പൂൺ കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നു ചെയ്തതിന് ശേഷം നമുക്ക് 3 ഉണക്കമുളകും ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തങ്ങായി നമുക്ക് നമ്മുടെ ഈ ഒരു വട റെഡിയാക്കി വെച്ചിട്ടില്ലേ അതിന് മുഖത്തൊക്കെയായിട്ടങ്ങ് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ തന്നെ കഴിക്കുകയെന്നുണ്ടെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ്. വേറെ എന്തെങ്കിലും ചട്നി ഉണ്ടാക്കിയിട്ടോ കറിയോ എന്ത് കൂട്ടി കഴിക്കുന്നുണ്ടെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിവിടെ ഇതിനൊരു തക്കാളി ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ റെസിപ്പിയും കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളി ചട്നി ഉണ്ടാക്കാനും വേണ്ടിയിട്ട് നമ്മൾക്കൊരു ചെറിയ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് 1/2 ടീസ്പൂൺ കടുക് ഒന്ന് ഇട്ടിങ്ങനെ പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് 3 പീസ് ചെറുതുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചത് ഇലക്ക് ഇട്ട് കൊടുത്തൊന്ന് കളറ് മാറി വരുന്നത് വരെ നമുക്കൊന്ന് കാത്തു നിൽക്കാം. കളറ് മാറി വരുന്ന ടൈമിൽ നമുക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്തിരി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് 2 തക്കാളി ചെറിയ പീസാക്കി മുറിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തങ്ങായി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് അടിച്ച് വെച്ച് വേവിച്ചെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് ഒടിയുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം ഇതാക്കണം നമ്മുടെ തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ സാമ്പാർ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വെന്ത് ഒടിഞ്ഞ് വന്നാൽ മതി. അപ്പോൾ നമ്മുടെ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ ഇത്ര പണിയുള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു ചോറ് വെച്ചിട്ടുള്ള വട ഉണ്ടാക്കാനും അതുപോലെ തന്നെ ചട്നിയും. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിപ്പോൾ ദിവസം ചോറുണ്ടാക്കിയിട്ട് ബാക്കി വരാന്നുണ്ടെങ്കിൽ അത് നമുക്ക് കളയും വേണ്ട. നമുക്കാണെങ്കിൽ അടുത്ത ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് വട ഉണ്ടാക്കാമല്ലോ, അതും പെട്ടെന്ന് ഉണ്ടാക്കാം. ഈ എണ്ണക്കടികളൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് പറ്റിയതാണ്. നമ്മൾ സാധാരണ പൊരിച്ച വട ഉണ്ടാക്കുമല്ലോ, അതുമാതിരിയല്ലല്ലോ ഇത് ആവിയിൽ വേവിച്ചാണല്ലോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ചോറ് വെച്ചിട്ടുള്ള വട നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പൊരിച്ച വട നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ ഇതും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ചട്നിയുടെ കാര്യം പിന്നെ പറയേ വേണ്ട. ദോശയായാലും ഇഡ്ഡലി ആയാലും എല്ലാത്തിൻ്റെ കൂടെയും ബെസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ സാമ്പാർ കഴിക്കുന്ന പോലെ തന്നെയാണ് ഈ ഒരു ചട്നിയും. അപ്പം എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയിട്ടോ. ഈ ഒരു വടയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് കഴിക്കാനാണെന്നുണ്ടെങ്കിലും അടിപൊളിയാണ് കേട്ടോ. ഒരു കറിയുടെ ആവശ്യമില്ല. നമ്മളിപ്പം ഈ ഒരു ചട്നി നല്ല അടിപൊളി ടേസ്റ്റ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും അടിപൊളി വീഡിയോസായിട്ട് വരുന്നതാണ്. മറ്റൊരു വീഡിയോ വരുന്നതുവരേക്കും ബൈ.